ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീനയുടെ അനിയത്തിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് വൈജി അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞത്, നീ കൊച്ചിനോട് കൊഞ്ചി പറഞ്ഞു നിന്നത് മതി, നീ പോയി നിന്റെ പണി നോക്ക്. ഇനി ഇവിടെ പണിയൊന്നുമില്ല, നാളെ മുതൽ നീ ഇവിടുത്തെ പണി ചെയ്തേ പറ്റൂ. വേലക്കാരി ഇല്ല, അപ്പൊ നാളെ മുതൽ നീ ഇവിടുത്തെ പണിയൊക്കെ ചെയ്യണം. അതുകൊണ്ട് നീ ഇപ്പം ഒരു കാര്യം ചെയ്യും, ഇപ്പൊ നീ അമ്മയുടെ റൂമിൽ പൊക്കോ, ഇവിടെ നിന്ന് കൂടുതൽ കിന്നാരും ഒന്നും പറയണ്ടെന്നും പറഞ്ഞു വിടുകയാണ്. സത്യമായിട്ട് നമ്മുടെ വൈജയന്തിയുടെ ഈ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ദേഷ്യം വരും. എന്നാ ഒരു സ്ത്രീയാണല്ലേ, ഇതുപോലെ ഉണ്ടോ വാശിയും ദേഷ്യവും ഒക്കെ ആയിട്ടുള്ളൊരു സ്ത്രീ. അപ്പം അവിടെ നമ്മുടെ വൈജയുടെ ഇളയ മോളിരിപ്പുണ്ടായിരുന്നില്ല. അപ്പൊ അതിനോട് പറഞ്ഞു, നീ മര്യാദയ്ക്ക് നിന്നോണം, നീ കൂടുതൽ അതിനെ ഒന്നും എടുത്ത് തലയിൽ കയറ്റി വെക്കാൻ പോകണ്ട, അല്ലെങ്കിൽ നിനക്ക് മറ്റുള്ളവരോട് ചെറിയൊരു ദയയും ദാക്ഷിണ്യവും ഒക്കെ ഉള്ളതാണ്, അത് നീ ഇവിടെ എടുക്കാനൊന്നും നിൽക്കണ്ട. നീ വേലക്കാരിയുടെ സ്ഥാനത്ത് കണ്ടാൽ മതി എന്ന് പറയുമ്പോ, എന്താ അമ്മ ഇത്, അത് പാവം ചേച്ചിയല്ലേ, ആ ചേച്ചിനെ കണ്ടിട്ട് എങ്ങനെയാ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്, എന്തു പാവം അത്, കൂടുതൽ പാവവും പുണ്യവും നീ അറിയണ്ട, മിണ്ടാതെ അവിടെ ഇരുന്നോണെന്ന് പറയാണ്. ഏതായാലും നമ്മുടെ അലീന എന്ത് ചെയ്തു, ഈ സമയം മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി ചെന്നു. അങ്ങനെ വൈജു അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടി തന്നെ പറയുന്നുണ്ട്, ഈ അമ്മയുടെ ഒരു സ്വഭാവം, ഇതെന്തൊരു സ്വഭാവമാണോ ഇത് എന്ന് ആ കുട്ടി തന്നെ പറയുന്നുണ്ട് കേട്ടോ. അവൾ പാവാണേ, ഇളയ പെക്കുച്ച് പാവാണേ. എന്നിട്ട് നമ്മുടെ അലീനയാ പിന്നെ കാണിക്കുന്നത്. അലീന പതിയെ നേരെ നമ്മുടെ അലീനയുടെ അമ്മയുടെ, അതായത് മുത്തശ്ശിയുടെ അടുത്തേക്ക് കയറി ചെല്ലാണ്. അങ്ങനെ അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അലീനയുടെ മുഖമൊക്കെ കണ്ടപ്പോഴത്തേക്കും തന്നെ ചോദിച്ചു, എന്ത് പറ്റി നിന്നെ അങ്ങോട്ടേക്ക് വിളിച്ചത്, വൈജ നിന്നെ എന്താ പറഞ്ഞത്, വൈജ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് പറഞ്ഞോ എന്ന് ചോദിച്ചാല്, അല്ല പറ മോളെ, അവിടത്തെക്കാളും കഷ്ടമാണോ ഇവിടെ? കമല ഭക്ഷണം പോലും നമുക്ക് തരത്തില്ല, ഇവള് തിന്നാനൊക്കെ തരും, പക്ഷെ ഇവളുടെ നാക്കുണ്ടല്ലോ, എൻ്റെ മോളായോണ്ട് ഞാൻ പറയല്ല, അവളെ ചില്ലറക്കാരിയല്ല, അവളുടെ കെട്ടിയോനെ ഉണ്ടല്ലോ വരച്ച വരയിൽ നിർത്തും. പാവം ബാലേന്ദ്രനായോണ്ടാ എൻ്റെ മോളെ സഹിച്ചു പോകുന്നത്. ഇവളും ആരാ സാധനന്നോ, ഇവളുണ്ടല്ലോ പറയാതിരിക്കുന്നതാ നല്ലത്. ഇവളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ പിന്നെ പറയാനേ നേരെ ഉണ്ടാവത്തുള്ളൂ. ഇവക്ക് സത്യവും നേരും നെറിയും ഒക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. ഇവള് സത്യത്തിന്റെ കൂടെ നിൽക്കും, നീതിയുടെ കൂടെ നിൽക്കും, അതൊക്കെ ശരിയാ. പക്ഷെ ദേഷ്യം മൂക്കും തുമ്പത്താണ്. അവക്കൊരാളെ ഇഷ്ടമല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടപ്പെടണേലേ ഭയങ്കര പാടാ. മാത്രമല്ല ആ കമല എന്താണ്ടൊക്കെ മോളെ നിന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടേ, അതും കൊണ്ട് അത് മനസ്സിലിട്ടോണ്ട് നടക്കുക. ഇനി മോളെ ഇടപെട്ട് മോള് പാവന്ന് മനസ്സിലാക്കുന്നോടം വരെ അവൾ ഇങ്ങനെ ഗുണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മോളത് കാര്യമാക്കൊന്നും വേണ്ടാട്ടോ. ഹേയ്, ഞാൻ കാര്യമാക്കുന്നൊന്നുമില്ല, ഞാനിതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാ ഇങ്ങോട്ടേക്ക് വന്നത്. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? മോളപ്പം ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഇതൊക്കെ പ്രതീക്ഷിക്കാനും മാത്രം. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ അലീന ചിന്തിക്കുന്നത്, എൻ്റെ ഈശോ എൻ്റെ കയ്യിൽ നിന്ന് പോയോന്ന്. അപ്പൊ അലീന പെട്ടെന്ന് പറഞ്ഞു, അല്ല, ഏത് വീട്ടിൽ ചെന്നാലും അവരുടെ സ്വഭാവം എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് മുത്തശ്ശി. അല്ല, അമ്മയ്ക്ക് കയ്യിൽ എണ്ണ ഇട്ട് തരണോ, കാല് തിരുമ്മി തരണോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യണേ ഞാൻ ചെയ്യാം. ഇനിയിപ്പം അവിടെ പണിയൊന്നും ഇല്ലെന്നാ എന്നോട് പറഞ്ഞത് മുത്തശ്ശിയുടെ മോള്. അപ്പോഴത്തേക്കും പറഞ്ഞു, ആണോ, എങ്കിൽ മോളിങ്ങ് വന്നേ, കയ്യേ എന്തോ അനങ്ങിയിട്ടാന്ന് തോന്നുന്നു, ഭയങ്കര വേദനയാ, കുറച്ച് കുഴമ്പിട്ട് തിരുമിത്താ. ദേ അവളുണ്ടല്ലോ ഇവിടുത്തെ ഇളയ മോള്, അവള് മിടുക്കിയ, മോളെ പോലെ തന്നെയാ, മിടുക്കി. അവളുണ്ടല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തു തരും, നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. പക്ഷേ മറ്റവളുണ്ടല്ലോ, അവള് വൈജയുടെ അതേ പ്രകൃതമാ. അതെ, ഞാൻ അത് ചോദിക്കാനിരിക്കുകയായിരുന്നു അമ്മയോട്. അതെന്താ ആ കുട്ടി ആരോടും മിണ്ടാറില്ലേ? മിണ്ടുവോന്നോ? അതെങ്ങനെ ആരോടും മിണ്ടത്തുമില്ല, സൊല്ലത്തുമില്ല, ഒന്നും ചെയ്യില്ല, അതിനെപ്പോഴും മൗനമാ. എന്തോ ആരുമായിട്ട് അത് സെറ്റായി പോവുകയല്ല, വൈജയുടെ സ്വഭാവ. പക്ഷെ പാവ, അവിടത്തെ അത്ര കമലേന്റെ അവിടത്തെ ഇല്ലേ, അതിന്റെ അത്ര ഒന്നുമില്ല. പിന്നെ മൂത്തവനും അതെ പാവം തന്നെയാ, മനുശങ്കറിന്റെ സ്വഭാവ എന്നൊക്കെ പറയാണ്. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരിശങ്കറിനെയും അതുപോലെ വൈജയുടെ മൂത്ത മകനെയാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ ഹരിശങ്കർ പറയാ, എടാ നീ ഒന്ന് തട്ടി നോക്കടാ, എടാ ഇതിനെയൊക്കെ തട്ടിയില്ലേ പിന്നെ ആരെ തട്ടാനാണ്, നമ്മുടെ കൈപ്പടിയിൽ ഇത്രയും സൗകര്യത്തിന് വന്നിട്ട് അതും അവളെ കാണാൻ എന്തു ഭംഗിയാ, എന്താ അവളുടെ നിറം, വേലക്കാരിയാണെന്ന് കണ്ടാ പറയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ കിട്ടുന്ന അവസരമൊന്നും പാഴാക്കാൻ പാടില്ല, നമ്മൾ ഇതൊക്കെ അങ്ങ് മാക്സിമം വിനിയോഗിക്കണം. വേലക്കാരിയല്ലേ, അവൾക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ? നമ്മളൊന്ന് തൊട്ടെന്നോ പിടിച്ചെന്നോ ഒന്നും ഓർത്ത് അവൾ ആരോടും ചോദിക്കാനും പറയാനൊന്നും പോകുന്നില്ല. നീ വെറും ഒരു പൊട്ടനായി പോയല്ലോ, ഇത്രയും സൗകര്യം വീട്ടിലുള്ളപ്പം. അത് പിന്നെ എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലടാ. ഹേയ്, എനിക്ക് അങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ക്രഷ്, അത് വിട്ടിട്ട് എനിക്കൊരു കേസുമില്ല. അയ്യോ, നിന്റെ ഒരു ക്രഷ്, നീ പൊട്ടക്കിണറ്റി കിടക്കുന്ന തവളയാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ കൃഷിനെ വെച്ചോണ്ട് നീ അവിടെ ഇരുന്നോ, കിട്ടിയ അവസരം പാഴാക്കാതെ. അതെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇങ്ങനെയുള്ള പയ്യന്മാരൊക്കെ വേണം ഇവൾമാരെയൊക്കെ ഒന്ന് പാട്ടിലാക്കി എടുക്കാനായിട്ട്. ആദ്യം കുറച്ച് പരുക്കനൊക്കെ ആയിരിക്കും, പിന്നെ ഇവൾമാര് കണ്ണടിച്ച് തരുന്നേ. ചിക്കിലി നന്നായിട്ട് കൊടുത്താൽ മതി. അത് കഴിയുമ്പോഴത്തേക്കും ഇവൾമാര് നമ്മുടെ കൂടെ നിൽക്കും. ഒന്നും പേടിക്കാനില്ല. ദേ ഞാൻ പറയുന്നത് നീ കേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹരിശങ്കർ ആ പയ്യനെ വഴിതെറ്റിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. സ്വന്തം സഹോദരിയോട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെന്ന് ഓർത്തോണം. ഇവർക്കറിയില്ല സഹോദരിയാണെന്ന്, എങ്കിലും നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നില്ലേ. ഇവിടെ കറണ്ടില്ല, അതാണ് കേട്ടോ കുറച്ച് ക്ലാരിറ്റി കുറവ്. ഇപ്പം കറണ്ട് പോയിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ രാവിലെ നമ്മുടെ വൈജ പോവുകയാണ്. എങ്ങോട്ടേക്ക്? പുറത്തേക്ക്. അപ്പോൾ ബാങ്കിലേക്ക് എങ്ങാണ്ടാണ് പോകുന്നത്. അപ്പം പോകുന്ന ആ ഒരു സമയത്ത് അലീനെ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് അലീനേനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ദേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം, എല്ലാം ചെയ്തു വെച്ചോണം. അറിയാലോ നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ. തറയെല്ലാം തുടച്ച് വൃത്തിയാക്കി നീറ്റായിട്ടിടണം. അടുക്കളയുടെ സ്ലാവൊക്കെ തുടച്ച് വൃത്തിയാക്കി എല്ലാം വൃത്തിയായിട്ടിടണം. നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. വരുമ്പം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടന്നില്ലെങ്കിലാ. അതിനിപ്പോൾ എന്താ, ഞാനെല്ലാം വൃത്തിയാക്കി ഇട്ടോളാം, എനിക്ക് പ്രശ്നമില്ല എന്നിങ്ങനെ പറയാം. അങ്ങനെ എല്ലാം ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ വൈജയന്തി പോകുന്നത് അവിടെ നിന്ന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീന അവിടെ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ കാണുകയും ആ ഫോട്ടോസിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് തൻ്റെ ഫോട്ടോ അതിൻ്റെ കൂടെ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ വരുന്നതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അവരുടെ അടുത്ത് നമ്മുടെ അലീനയും കൂടെ നിൽക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് ആ ഫോട്ടോ അങ്ങ് മാഞ്ഞു പോകും അലീനയുടെ. അത് കാണുമ്പം അലീനയ്ക്ക് സങ്കടവും വരുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് അലീനയെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നു. അല്ല മോളെ, നിനക്ക് ഒരുപാട് പണി ഉണ്ടായിരുന്നോ? ഏയ്, പണിയൊന്നും ഒരുപാടില്ലായിരുന്നു അമ്മേ. ആ പണിയൊന്നും ഞാൻ പണിയായിട്ട് എടുത്തിട്ടൊന്നുമില്ല. ഇതിപ്പോ എൻ്റെ വീടും കൂടെയല്ലേ, നമ്മുടെ സ്വന്തം വീട് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കില്ലേ, അതുപോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതുപോലെ മനസ്സുള്ള വേലക്കാരികളെ സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല മോളെ. നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഈ പണിയൊക്കെ ചെയ്യുന്നത്, എല്ലാം ഓടി നടന്ന് ചെയ്യുന്നത്? അത് അവിടെ ഞങ്ങൾ ഇത്ര പേരില്ലായിരുന്നോ? എല്ലാവരുടെയും കാര്യം ഞാനും രേവതിയോ നോക്കിക്കൊണ്ടിരുന്നത്. രേവതിയോ? അതാരാ? രേവതി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി എനിക്കുണ്ട്. അവിടെ എൻ്റെ കൂട്ടുകാരിയല്ല, എൻ്റെ കൂടെപ്പിറപ്പിനെ പോലെയാ. അവള് ഇത്ര ഉള്ളപ്പോഴാണ് എൻ്റെ കൈ കിട്ടിയത്. അന്നു മുതൽ അവളുടെ ചേച്ചി ഞാനാ, അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. അവളിപ്പം വേറൊരു വീട്ടില. ഞങ്ങൾ എത്ര കൂടപ്പിറപ്പാന്ന് പറഞ്ഞാലും അവള് വേറൊരു വീട്ടില്, ഞാൻ വേറൊരു വീട്ടില്. പിന്നെ ഞങ്ങൾക്കൊരു ചിഞ്ഞുമോളുണ്ടായിരുന്നു, അവളെ വേറൊരു സ്ഥലത്ത് കൊണ്ടാക്കി. അതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര വേദനയാ. പാവം, അവരൊക്കെ ഇപ്പം എന്തെടുക്കുകയാണെന്ന് അറിയില്ലല്ലോ. ദേ അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ടായിരിക്കും. മോൾ അത്രയും ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ സമയത്ത് ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വൈജയന്തിയുടെ ഹസ്ബൻഡൊക്കെ വരുന്നുണ്ട്. അപ്പം അവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അലീന അവിടെ ഉണ്ട്. അപ്പോൾ അലീനയോട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അലീനയോട് ഇങ്ങനെ വിവരങ്ങളൊക്കെ ചോദിക്കുക വൈജയന്തിയുടെ ഹസ്ബൻഡ് ബാലേന്ദ്രൻ. വിശേഷമൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ വിശേഷം ചോദിക്കുന്ന കൂട്ടത്തിൽ അവിടെ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം ബ്രിജിത്താമ്മയായിരുന്നു ഞങ്ങളുടെ മമ്മി എന്ന് പറഞ്ഞ് ബ്രിജിത്താമ്മേനെ കുറിച്ച് വാദോരാതി ഇങ്ങനെ സംസാരിക്കുകയാണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജയന്തി പറഞ്ഞു, പിന്നെ ഒരു ബ്രിജിത്താമ്മ, അതെ ആർക്കറിയാം എന്താ ഏതാന്ന്. എൻ്റെ പൊന്ന് ബാലേന്ദ്രൻ അങ്ങാണ്ടാ, ബാലേന്ദ്രൻ തന്നെയാ, ബാലേന്ദ്രൻ അങ്ങനെ എങ്ങാണ്ടാ വിളിക്കുന്നത്. പുള്ളിക്കാരി ഏട്ടാ കൂട്ടാ മാട്ടാന്നൊന്നും വിളിക്കത്തില്ലല്ലോ, ഒരു പ്രത്യേക രീതിയല്ലേ നമ്മുടെ വൈജയന്തിക്ക്. അത് എന്നിട്ട് പറയുകയാണ്, ഒന്ന് മിണ്ടാതിരിക്കും നിങ്ങൾ, അവളൊക്കെ ആരാന്ന് ആർക്കറിയാം. അതെ, ഇതുപോലെയുള്ള ഓർഫനേജുകൾക്ക് മറവിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാമോ? എന്തൊക്കെ കാര്യങ്ങളാ, എന്തൊക്കെ വൃത്തികേടുകളാണ് നടക്കുന്നത്. ഇവൾമാരൊക്കെ എവിടെ നിന്ന് വന്നതാ, എങ്ങനെ വന്നതെന്ന് ആർക്കറിയാം? അവൾമാരുടെയൊക്കെ പാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താന്ന് ആർക്കറിയാം?
ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. ഈ ബ്രിജിത്താമ്മയും ആ കൂട്ടത്തിലുള്ളതായിരിക്കും. ഇത് കേട്ടത് നമ്മുടെ അലീന സഹിച്ചില്ല കേട്ടോ. ദേഷ്യം വന്നിട്ട് അലീന മിണ്ടിപ്പോകരുത്, എൻ്റെ ബ്രിജിത്താമ്മേനെ കുറിച്ച് നിങ്ങൾ ആരും ഒന്നും പറയരുത്. എന്നെക്കുറിച്ച് പറഞ്ഞോ, എന്നെ അടിച്ചോ, ഈ കരണത്തടിച്ചോ, ഈ കരണത്തിനടിച്ചോ, ഞാൻ അടി കൊണ്ടോളാം. പക്ഷെ ദേവിയത് എൻ്റെ മമ്മീനെ കുറിച്ചൊന്നും പറയരുത്. എൻ്റെ മമ്മി എത്ര നല്ലവളായിരുന്നെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഒരു പാസ്റ്റ് കാണും. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പാസ്റ്റ് ഉണ്ട്. ആ ജീവിതത്തിൽ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടായിരിക്കും. ആ തെറ്റിനെ മറയ്ക്കാനായിട്ട് വീണ്ടും തെറ്റുകൾ ചെയ്ത് കൂട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എൻ്റെ മമ്മി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ വൈജയന്തിക്കും ദേഷ്യം വരികയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ അലീനയ്ക്കും ദേഷ്യം വന്നു, വൈജയന്തിക്കും ദേഷ്യം വന്നു. ഈ സമയത്ത് നമ്മുടെ ബാലേന്ദ്രൻ സമീപനം പാലിച്ചില്ലെങ്കിൽ ശരിയാവില്ലെന്ന് മനസ്സിലായിട്ട് ബാലേന്ദ്രൻ സമീപനം പാലിക്കാൻ പറഞ്ഞു. നിങ്ങൾ മിണ്ടാതിരിക്കുക, അലീന റൂമിൽ പൊക്കോ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് അലീനെ അവിടെ നിന്ന് മാറ്റിവിടാം. അലീന റൂമിൽ ചെന്ന് കഴിയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ അവിടെ എന്തായിരുന്നു പ്രശ്നം എന്ന്. ആദ്യമൊന്നും പറയുന്നില്ലെങ്കിലും നമ്മുടെ മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറയാണ്. ഏതായാലും കിട്ടിയ അവസരം പാഴാക്കാതെ നമ്മുടെ വൈജയ്ക്കിട്ടൊരു തട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞ്. അപ്പോൾ ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. നാളെ രാവിലെ കറക്റ്റ് ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.